തനതായ നാടൻ ഭക്ഷണം അതിന്റെ ഗുണത്തിലും രുചിയിലും വിളമ്പുന്ന പാരമ്പര്യത്തിന്റെ വളരെ വലിയ ഒരു സ്വാധീനം ചെലുത്തുന്ന പ്രതീകാത്മകമായ ഒരു ബ്രാൻഡാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ദുബായ് മലയാളികളില് ഈ പേര് വളരെ സുപരിചിതമാണ്. നമ്മുടെ ദുബായിലെ കൊച്ചു കേരളം എന്നറിയപ്പെടുന്ന കരാമയിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. കരാമയിലെ മലബാർ എക്സ്പ്രസ് റെസ്റ്റോറന്റ്. മലബാറിന്റെ തനത് രുചികളെ അതിന്റെ ശരിയായ പാകത്തിലും അളവിലും ഓരോ ഭക്ഷണത്തിലും അത് അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. സോ മലബാർ എക്സ്പ്രസ് റെസ്റ്റോറന്റിലെ വിശേഷങ്ങളും ഭക്ഷണങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നേരിട്ട് കണ്ടറിയാം. ലെറ്റ്സ് ഗോ. റിയലി ഒത്തന്റിക്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കില്ല, നമ്മുടെ അമ്മമാരുണ്ടാക്കി തരില്ല, അതേ ആ ഒരു സെയിം ടേസ്റ്റ്. ഐ റിമൈൻഡ് ഓഫ് മൈ മദർ. മലബാർ എക്സ്പ്രസ് റെസ്റ്റോറന്റിൽ അവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് സൗത്ത് ഇന്ത്യൻ ഓത്തന്റിക് ഫുഡാണ്. ഓക്കെ, അതിനോടൊപ്പം തന്നെ നോർത്ത് ഇന്ത്യൻ തവ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ് നമുക്ക് വേറൊരു കാര്യം അറിയാൻ പറ്റിയത് എന്താന്ന് വെച്ചാൽ ഇവിടെ ഫ്യൂഷൻ കൂടി അവർ ട്രൈ ചെയ്യുന്നു. നോട്ട് ജസ്റ്റ് ദാറ്റ് ഒരു ഓത്തന്റിക് സംഭവത്തിനോടൊപ്പം തന്നെ അവർ ആ ക്വിസിൻസിൽ ഒരു ഫ്യൂഷൻ ഐറ്റം കൂടി അവർ ഫില്ല് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഒരു ഇംപ്രസിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയായിരുന്നു. ആൻഡ് ഓൾ ദ കസ്റ്റമേഴ്സ് ഹിയർ ആർ ലൈക്ക് അവർ ഈ ഒരു ഒത്തന്റിക് ടേസ്റ്റ് ആ ഒരു ഫ്ലേവർ ട്രൈ ചെയ്യാൻ വരുന്നതിനോടൊപ്പം ഇവിടെ ഒരു മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ഇന്റീരിയർ ആണ്. നമ്മുടെ ഇന്ത്യൻ രാജധാനി എക്സ്പ്രസ് ഒക്കെ ഇല്ലേ, ആ ഒരു ട്രെയിനിന്റെ ഒരു മോഡല് നമുക്കിവിടെ ഇന്റീരിയറിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹാവ് എ ലുക്ക്. ഏകദേശം 10 വർഷത്തോളം പഴക്കമുള്ള രുചികളുടെ കഥ പറയാനുണ്ട് മലബാർ എക്സ്പ്രസ് റെസ്റ്റോറന്റിൽ. അതിന് ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തി ഇതിന്റെ മാനേജർ മിസ്റ്റർ ജൂബി തന്നെയാണ്. മലബാർ എക്സ്പ്രസ് റെസ്റ്റോറന്റ് ഓപ്പൺ ആക്കുന്നതിന് മുൻപ് തൊട്ട് തന്നെ അതിന്റെ പ്രവർത്തകരിൽ ഒരാളായിട്ട് അതിനോടൊപ്പം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി കൂടിയാണ് മിസ്റ്റർ ജൂബി എന്നാണ് പറയുന്നത്. സോ ജൂബി മസ്റ്റ് നോ മോർ അബൌട്ട് this customers, the flavors of your restaurant, everything. നമുക്ക് കേരള ട്രഡീഷണൽ ഫുഡ് മാത്രമല്ല, ഇന്ത്യൻ ഫുഡുകളും നമ്മുടെ ചൈനീസ് ഫുഡുകൾ, പ്രത്യേകിച്ച് നമ്മുടെ നോർത്ത് ഇന്ത്യൻ തൊട്ട് ബാക്കി എല്ലാ ഐറ്റങ്ങളും നമ്മുടെ ചൈനീസ് ഐറ്റങ്ങളുണ്ട്. കൂടാതെ നമുക്ക് ഒത്തിരി ഗസ്റ്റുകളുണ്ട്. നമ്മുടെ അറബ് ലോക്കൽ ഗസ്റ്റുകൾ, എമറാത്തി ഗസ്റ്റുകളുണ്ട്. കൂടാതെ ഇംഗ്ലീഷ് ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളികളെക്കാളും കൂടുതൽ ശരിക്കും. അതെ. അപ്പോൾ ശരിക്കും ഈ ഓതന്റിക് ഫുഡിനോടൊപ്പം നിങ്ങൾ ഫ്യൂഷനും ട്രൈ ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ. നമുക്ക് ഫിഷ് ഐറ്റംസിൽ ഏതൊക്കെ ഫിഷസ് ആണ് കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്യുന്നത്? കൂടുതൽ സീ ഫുഡിൽ മെയിനായിട്ട് നമ്മൾ ഫിഷ് തവയുണ്ട്, ഫിഷ് സ്റ്റീം. നമുക്ക് ശേരി, ഹമൂർ, സീബ്രീം, സാൽമൺ, കിങ് ഫിഷ്, അങ്ങനെ മെയിനായിട്ടുള്ള എല്ലാ ഫുഡുകളും ഉണ്ട്. ചെമ്പല്ലി ഉണ്ട്, പോംഫ്രെഡ് എല്ലാം വരും. സ്നാക്സ് ഐറ്റംസിലൊക്കെ എന്തൊക്കെയാണ്? സ്നാക്സിൽ നമുക്ക് നാടൻ ടൈപ്പ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ പരിപ്പുവട, ഉള്ളിവട, പഴംപൊരി, ബോണ്ട, ഉഴുന്നുവട, ഇലയട, ഉണ്ണിയപ്പമൊക്കെ നമ്മുടെ അങ്ങനെ അതെല്ലാം നമ്മൾ കഴിച്ച് നന്നായിരിക്കുന്നു. അതെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെയാണ്. പുറത്തുനിന്ന് ഫ്രോസൺ ആയിട്ടോ അങ്ങനെ യാതൊന്നുമല്ല. എല്ലാം അതെ അതെ നമ്മുടെ ഷെഫ്മാർ തന്നെ നമ്മുടെ കിച്ചണിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ടേസ്റ്റും ഗസ്റ്റിൻ്റെ നല്ല അഭിപ്രായവും റിവ്യൂസും എല്ലാം നമുക്ക് എപ്പോഴും ഉണ്ട്. അപ്പോൾ ദുബായിലെ എല്ലാ ഫുഡി ലവേഴ്സിനും ഒരു അടിപൊളി സ്പോട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മലബാർ എക്സ്പ്രസ് റെസ്റ്റോറൻറ്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത് നമ്മുടെ കരാമയിലെ ദുബായ് സെൻട്രൽ ലബോറട്ടറിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ്.
So whenever you'll feel like you'll crave to eat something good, something best and വളരെ റീസണബിൾ പ്രൈസിൽ അത് കഴിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും മലബാർ എക്സ്പ്രസ് റെസ്റ്റോറൻറ്റിലേക്ക് വരിക.